നമസ്കാരം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജി കിഷോർ. My name is Anil Menon and I am a NASA astronaut. ഒരു ഡോക്ടർ, ഒരു സൈനിക ഓഫീസർ, ഒരു എവറസ്റ്റ് രക്ഷാപ്രവർത്തകൻ, ഇപ്പോൾ ഒരു ബഹിരാകാശ യാത്രികൻ. ഇന്ത്യൻ വംശജനും മലയാളിയുമായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ തൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. 8 മാസം നീളുന്ന ഈ ദൗത്യം വെറുമൊരു സ്പേസ് മിഷൻ മാത്രമാണോ, അതോ ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മനുഷ്യ ദൗത്യങ്ങൾക്ക് വഴികാട്ടുന്ന നിർണായക പരീക്ഷണശാലയാണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അമേരിക്കയിലെ മിനിയാപോളിസിൽ ജനിച്ച അനിൽ മേനോന്റെ പിതാവ് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരനും മാതാവ് യുക്രൈനിയൻ വംശജയുമാണ്. തൊഴിലിൽ അദ്ദേഹം ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറാണ്. അതോടൊപ്പം അമേരിക്കൻ സ്പേസ് ഫോഴ്സിലെ കേണലുമാണ്. 2021 നാസ അദ്ദേഹത്തെ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുത്തത്. അതിനു മുൻപ് അദ്ദേഹം സ്പേസ് എക്സിൽ ആദ്യ ഫ്ലൈറ്റ് സർജൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് സുരക്ഷിതമായി അയക്കുന്നതിനുള്ള വൈദ്യശാസ്ത്രപരമായ ഒരുക്കങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. 2026 ജൂലൈ 14 കസാക്കിസ്ഥാനിലെ ബൈക്കണൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യയുടെ സോയ്സ് MS-29 പേടകത്തിലാണ് അനിൽ മേനോൻ യാത്ര ആരംഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ഡ്യൂബ്രോവും അന്ന കിക്കിനിയുമുണ്ട്. ഏകദേശം 3 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ഡോക്ക് ചെയ്തു. ഈ സംഘം ഏകദേശം 8 മാസം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച് 2027 ഏപ്രിലിലാണ് ഭൂമിയിലേക്ക് മടങ്ങിവരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥ ഗവേഷണ കേന്ദ്രമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ എന്നിവയുടെ സംയുക്ത സംരംഭമാണിത്. സൂക്ഷ്മ ഗുരുത്വാകർഷണ സാഹചര്യത്തിൽ മനുഷ്യ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ ബഹിരാകാശത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭാവിയിൽ ചന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം, ഇത്തരം നിർണായക ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ലബോറട്ടറിയാണ് ISS. അടുത്ത 8 മാസത്തിനിടെ അനിൽ മേനോനും സംഘവും നിരവധി പരീക്ഷണങ്ങൾ നടത്തും. അതിൽ പ്രധാനമായവ ഇവയാണ്: ദീർഘകാല ബഹിരാകാശ ജീവിതം മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം, മൈക്രോഗ്രാവിറ്റിയിൽ പുതിയ വസ്തുക്കളുടെയും സെമി കണ്ടക്ടർ നിർമ്മാണത്തിൻ്റെയും പഠനം, ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകുന്ന ദൗത്യങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ സാങ്കേതിക സംവിധാനങ്ങളുടെ പരിശോധന, ബഹിരാകാശത്ത് കുടിവെള്ളത്തിൽ നിന്ന് ഇൻട്രാവീനസ് ദ്രാവകം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും പരീക്ഷിച്ചു. അനിൽ മേനോന്റെ ജീവിതം അസാധാരണമാണ്. അമേരിക്കൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനൊപ്പം എവറസ്റ്റ് മല കയറുന്നവർക്കായി വൈദ്യസഹായവും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ 1 വർഷം താമസിച്ച് പോളിയോ വാക്സിനേഷൻ പദ്ധതികളിലും പങ്കെടുത്തിട്ടുണ്ട്. വൈദ്യശാസ്ത്രം, സൈനിക സേവനം, ബഹിരാകാശ ശാസ്ത്രം ഈ 3 മേഖലകളിലെയും അനുഭവമാണ് അദ്ദേഹത്തെ നാസയുടെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അനുയോജ്യനാക്കിയത്. അനിൽ മേനോൻ അമേരിക്കൻ പൗരനാണെങ്കിലും പാലക്കാട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ വേരുകൾ ഭാരതീയർക്ക് അഭിമാനമാണ്, പ്രത്യേകിച്ചും മലയാളികൾക്ക്. കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നിവരുടെ പാതയിലൂടെ മറ്റൊരു ഇന്ത്യൻ വംശജനാണ് ഇന്ന് ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നത്. ഇത് ഇന്ത്യയിലെ യുവശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രചോദനമാണ്. അതേസമയം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ പദ്ധതികൾക്കും ഇത്തരം അന്താരാഷ്ട്ര ദൗത്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വിലപ്പെട്ട അനുഭവമാകും. ലോകരാഷ്ട്രീയം പല മേഖലകളിലും സംഘർഷപൂർണ്ണമാണെങ്കിലും ബഹിരാകാശത്ത് സഹകരണം തുടരുന്നതിന് അതൊന്നും തടസ്സമാകുന്നില്ല. അമേരിക്കൻ നാസ ബഹിരാകാശ സഞ്ചാരിയും റഷ്യൻ കോസ്മോനോട്ടുകളും ഒരേ സോയുസ് പേടകത്തിൽ ISSലേക്ക് യാത്ര ചെയ്യുന്നത് ശാസ്ത്രലോകത്തിലെ അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ ശക്തമായ ഉദാഹരണമാണ്. അല്ലെങ്കിലും
ഭൂമിയിലെ അതിർത്തികൾ ബഹിരാകാശത്ത് ഇല്ലല്ലോ. അവിടെ രാജ്യങ്ങളെക്കാൾ വലുത് ശാസ്ത്രമാണ്. ഡോക്ടറും സൈനിക ഉദ്യോഗസ്ഥനുമായിരുന്ന അനിൽ മേനോൻ ഇന്ന് മനുഷ്യ രാശിയുടെ ഭാവി ബഹിരാകാശ യാത്രകൾക്ക് അടിത്തറപാകുന്ന ഗവേഷണങ്ങളുടെ ഭാഗമാണ്. അടുത്ത 8 മാസത്തിനിടെ അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ സുരക്ഷിതമായി എത്തിക്കാനുള്ള പുതിയ വഴികൾ തുറന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിയുടെ ബഹിരാകാശ യാത്ര മാത്രമല്ല, മാനവരാശിയുടെ അടുത്ത വലിയ ചുവടുവയ്പിലേക്കുള്ള ഒരു നിർണായക ദൗത്യം കൂടിയാണ്. ഒരൊറ്റ കേസിൽ 32 പേർക്ക് ഒരുമിച്ച് വധശിക്ഷ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഹൈക്കോടതി ഇത്രയും പേരുടെ വധശിക്ഷ ഒരുമിച്ച് ശരിവയ്ക്കുന്നത് ഇതാദ്യമാണ്. 2008 അഹമ്മദാബാദിനെ നടുക്കിയ സീരിയൽ ബോംബ് സ്ഫോടന കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി നൽകിയ വിധി ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ചയാകുകയാണ്. എന്തുകൊണ്ടാണ് കോടതി ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവം അഥവാ റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് വിശേഷിപ്പിച്ചത്? കോടതിയെ സ്വാധീനിച്ച തെളിവുകൾ എന്തൊക്കെയായിരുന്നു? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2008 ജൂലൈ 26 വെറും 70 മിനിറ്റിനുള്ളിൽ അഹമ്മദാബാദ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 21 ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. ബസ്സുകൾ, മാർക്കറ്റുകൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടത്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് എത്തിച്ചപ്പോൾ ചില ആശുപത്രി പരിസരങ്ങളിലും ബോംബുകൾ പൊട്ടിത്തെറിച്ചു. ഈ ആക്രമണത്തിൽ 56 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് ഇന്ത്യൻ മുജാഹിദീൻ ഏറ്റെടുത്തതായി അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഈ കേസിൽ 77 പേരെ പ്രതികളാക്കി. 13 വർഷത്തിലേറെ നീണ്ട വിചാരണയ്ക്ക് ശേഷം 2022 പ്രത്യേക കോടതി 38 പേർക്ക് വധശിക്ഷ വിധിച്ചു. 11 പേർക്ക് ജീവപര്യന്തം തടവ്. 28 പേരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തു. തുടർന്നാണ് കേസ് ഗുജറാത്ത് ഹൈക്കോടതിയിലെത്തിയത്. ഗുജറാത്ത് ഹൈക്കോടതി പ്രത്യേക കോടതിയുടെ വിധി ശരിവച്ചു. 38 പേരുടെ വധശിക്ഷ നിലനിർത്തി. 11 പേരുടെ ജീവപര്യന്തം തടവും ശരിവച്ചു. പ്രതികൾ നൽകിയ അപ്പീലുകളും സംസ്ഥാന സർക്കാർ സമർപ്പിച്ച വധശിക്ഷ സ്ഥിരീകരണ ഹർജിയും ഒരുമിച്ചാണ് കോടതി പരിഗണിച്ചത്. വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. അതിവിപുലമായ ഗൂഢാലോചന. ഇത് ഒറ്റപ്പെട്ട ആക്രമണമല്ല. മാസങ്ങളോളം ആസൂത്രണം ചെയ്ത് നിരവധി സ്ഥലങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തുകയായിരുന്നു ലക്ഷ്യം. 2. സാധാരണ ജനങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. ആക്രമണത്തിന്റെ ഇരകൾ സൈനികരോ രാഷ്ട്രീയ നേതാക്കളോ ആയിരുന്നില്ല. ദൈനംദിന ജീവിതം നയിച്ചിരുന്ന സാധാരണ ജനങ്ങളായിരുന്നു. 3. ആശുപത്രികളെയും ലക്ഷ്യമിട്ടു. ആദ്യ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ എത്തിച്ച ആശുപത്രികൾക്കടുത്തും ബോംബുകൾ സ്ഥാപിച്ചത് മനുഷ്യജീവനെ പരമാവധി നശിപ്പിക്കാനുള്ള ഉദ്ദേശം വ്യക്തമാക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. 4. രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച ആക്രമണം. ഇത് സാധാരണ ക്രിമിനൽ കുറ്റമല്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുള്ള ആക്രമണമാണെന്നും കോടതി വിലയിരുത്തി. ഇന്ത്യയിൽ എല്ലാ കൊലക്കേസിലും വധശിക്ഷ നൽകാനാവില്ല. 1980 ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം വധശിക്ഷ ഏറ്റവും അസാധാരണമായ കേസുകളിൽ മാത്രം നൽകണം എന്നതാണ്. അതിനെയാണ് റെയറസ്റ്റ് ഓഫ് റെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത, സമൂഹത്തെ ബാധിച്ച ആഘാതം, പ്രതികളുടെ ഉദ്ദേശം, ഇരകളുടെ എണ്ണം തുടങ്ങിയ ഘടകങ്ങൾ കോടതി വിലയിരുത്തും. അഹമ്മദാബാദ് സ്ഫോടന കേസ് ഈ മാനദണ്ഡം നിറവേറ്റുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത്. ഹൈക്കോടതി വിധിയോടെ കേസ് അവസാനിക്കുന്നില്ല. പ്രതികൾക്ക് ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതി വിധിക്ക് ശേഷം പുനഃപരിശോധനാ ഹർജി, ക്യുറേറ്റീവ് ഹർജി, രാഷ്ട്രപതിക്ക് ദയാഹർജി എന്നിവ സമർപ്പിക്കാൻ പ്രതികൾക്ക് നിയമപരമായ അവസരങ്ങളും അവകാശങ്ങളുമുണ്ട്. അതിനാൽ വധശിക്ഷ ഉടൻ നടപ്പാക്കില്ല. എല്ലാ നിയമ നടപടികളും പൂർത്തിയാകേണ്ടതുണ്ട്. ഈ വിധി 3 കാരണങ്ങളാൽ ചരിത്രപരമാണ്. ഒരു ഹൈക്കോടതി 38 വധശിക്ഷകൾ ഒരുമിച്ച് ശരിവച്ച ആദ്യ സംഭവം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ വിചാരണകളിലൊന്നിന്റെ നിർണായക ഘട്ടം. ഭീകരാക്രമണങ്ങൾക്കെതിരെ കോടതികളുടെ കർശന നിലപാട് വീണ്ടും വ്യക്തമാക്കുന്ന വിധിയെന്ന വിലയിരുത്തൽ. 2008 അഹമ്മദാബാദ് സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ ഭീകരവാദ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷവും ആ കേസിലെ നിയമപോരാട്ടം തുടരുകയാണ്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഈ വിധി ഭീകരവാദത്തിനെതിരായ കർശന സന്ദേശമായി വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ വധശിക്ഷയുടെ ഭരണഘടനാപരവും മാനുഷികവുമായ ചർച്ചകൾക്കും പുതിയ ഊർജം പകരുകയാണ്. ഇനി ഈ കേസിന്റെ അവസാന വാക്ക് പറയേണ്ടത് സുപ്രീം കോടതിയാണ്. ബ്രിട്ടനിലേക്ക് ജോലി ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും എഞ്ചിനീയർമാർക്കും മാനേജർമാർക്കും ഒരു വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കാനിരിക്കുകയാണോ? അല്ലെങ്കിൽ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന്റെ മറവിൽ ബ്രിട്ടനിലെ തൊഴിൽ വിപണിക്ക് പുതിയ വെല്ലുവിളികളാണോ സൃഷ്ടിക്കപ്പെടുന്നത്? ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ അഥവാ DCC എന്ന സാങ്കേതിക പദം എന്താണ്? എന്തുകൊണ്ടാണ് അത് ബ്രിട്ടനിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. വർഷങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും UK-യും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറായ കോംപ്രഹെൻസീവ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. ഈ കരാർ 2026 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി തീരുവ കുറയുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നു. ഇന്ത്യൻ വസ്ത്രങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ബ്രിട്ടനിൽ കൂടുതൽ വിപണി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ബ്രിട്ടീഷ് കാറുകൾ, വിസ്കി തുടങ്ങിയവയ്ക്ക് ഇന്ത്യയിൽ ക്രമേണ തീരുവ കുറയും. പക്ഷേ ഈ കരാറിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗം വ്യാപാരമല്ല, അത് ഡബിൾ കോൺട്രിബ്യൂഷൻസ് കൺവെൻഷൻ അഥവാ DCC ആണ്. വിദേശ രാജ്യത്ത് താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് സാധാരണയായി 2 രാജ്യങ്ങളിലും സാമൂഹ്യ സുരക്ഷാ വിഹിതം അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. ഉദാഹരണത്തിന്, ഒരു ഇന്ത്യൻ IT കമ്പനിയിലെ ജീവനക്കാരനെ 5 വർഷത്തേക്ക് ലണ്ടനിലേക്ക് അയച്ചുവെന്ന് കരുതുക. അയാൾക്ക് ഇന്ത്യയിൽ EPF പോലുള്ള പദ്ധതികളിലേക്കും ബ്രിട്ടനിൽ നാഷണൽ ഇൻഷുറൻസിലേക്കും പണം അടയ്ക്കേണ്ടി വരാം. അതായത് ഒരേ ശമ്പളത്തിൽ 2 തവണ സാമൂഹ്യ സുരക്ഷാ വിഹിതം. ഇതൊഴിവാക്കാനാണ് DCC. ഈ കരാർ പ്രകാരം നിശ്ചിത കാലയളവിലേക്ക് വിദേശത്തേക്ക് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരും അവരുടെ തൊഴിലുടമകളും ഒരേ സമയം 2 രാജ്യങ്ങളിലും സാമൂഹ്യ സുരക്ഷാ വിഹിതം അടയ്ക്കേണ്ടതില്ല. അവർ സ്വന്തം രാജ്യത്തെ പദ്ധതിയിലേക്കാണ് സംഭാവന തുടരുക. ഈ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് UK-യിലേക്ക് താൽക്കാലികമായി അയക്കപ്പെടുന്ന ജീവനക്കാർക്ക് UK-യിലെ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവ് ലഭിക്കും. അവർ ഇന്ത്യയിലെ EPF സംവിധാനത്തിൽ തന്നെ സംഭാവന തുടരും. ഇതിലൂടെ ശമ്പളത്തിൽ കൂടുതൽ തുക കൈവശം ലഭിക്കും. തൊഴിലുടമകൾക്കും ചെലവ് കുറയും. ഇന്ത്യൻ കമ്പനികൾക്ക് ബ്രിട്ടനിൽ ജീവനക്കാരെ നിയമിക്കാൻ കൂടുതൽ മത്സരശേഷി ഇതോടെ കൈവരുമെന്നർത്ഥം. IT, കൺസൾട്ടിംഗ്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകൾക്ക് വലിയ ഗുണമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. ഇത് ബ്രിട്ടനിലേക്ക് കുടിയേറുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമല്ല. ഈ ഇളവ് ലഭിക്കുന്നത് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ താൽക്കാലികമായി ബ്രിട്ടനിലേക്ക് അയക്കുന്ന ജീവനക്കാർക്ക് മാത്രമാകും. നിശ്ചിത വ്യവസ്ഥകൾ അവർ പാലിക്കേണ്ടതായുണ്ട്. സ്ഥിരതാമസത്തിനോ സ്ഥിര ജോലിക്കോ പോകുന്നവർക്ക് ഇത് സ്വാഭാവികമായി ബാധകമല്ല. ബ്രിട്ടനിലെ ചില രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും ഈ വ്യവസ്ഥയെ ശക്തമായി എതിർക്കുന്നു. അവരുടെ പ്രധാന വാദങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് തൊഴിൽ ചെലവ് കുറയും, അതുവഴി ബ്രിട്ടീഷ് കമ്പനികളുമായി അസമമായ മത്സരം ഉണ്ടാകും. ബ്രിട്ടീഷ് തൊഴിലാളികളെ അപേക്ഷിച്ച് ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികൾക്ക് കൂടുതൽ താൽപ്പര്യം ഉണ്ടാകുമെന്നാണ് അവരുടെ ആശങ്ക. നാഷണൽ ഇൻഷുറൻസ് വരുമാനത്തിലും കുറവ് വരാമെന്ന വിമർശനവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഇത് പുതിയൊരു ഇളവല്ല. ലോകത്തെ പല രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെന്റ്സ് നിലവിലുണ്ട്. ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി സമാന കരാറുകൾ നിലവിലുണ്ട്. അതിനാൽ ഇന്ത്യയുമായി സമാന വ്യവസ്ഥ കൊണ്ടുവന്നത് അസാധാരണം അല്ലെന്നാണ് ഇന്ത്യ പറയുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് FTAയുടെ ഏറ്റവും വലിയ ഗുണം കയറ്റുമതിയിലായിരിക്കും.
വസ്ത്രങ്ങൾ, ലെതർ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, രത്നാഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കയറ്റുമതി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം സേവന മേഖലയിലും ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. DCC അതിന് ഒരു അധിക പ്രോത്സാഹനമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യ-UK FTA വെറും തീരുവ കുറയ്ക്കുന്ന കരാർ മാത്രമല്ല, ഇത് വ്യാപാരം, സേവന മേഖല, നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവയെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന വലിയ സാമ്പത്തിക ഉടമ്പടിയാണ്. അതിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗമായ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകുമ്പോൾ ബ്രിട്ടനിൽ തൊഴിൽ മത്സരത്തെക്കുറിച്ചുള്ള പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറക്കുകയാണ്. ഈ കരാർ ദീർഘകാലത്ത് ഇന്ത്യയുടെ ആഗോള സേവന മേഖലാ ശക്തി വർദ്ധിപ്പിക്കുമോ, അതോ ബ്രിട്ടനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കടുത്ത വിവാദങ്ങൾക്ക് കാരണമാകുമോ എന്നതും വരും വർഷങ്ങളിൽ വ്യക്തമാകും. ഒരു കാലത്ത് ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും കടുത്ത ഭാഷയിൽ സംസാരിച്ച നേതാവ്, ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് വരെ പറഞ്ഞ ആൾ, ഇറാന്റെ മുൻ പ്രസിഡന്റ് മെഹ്മൂദ് അഹമ്മദ് നജാദാണ് ആ വ്യക്തി. എന്നാൽ അതേ അഹമ്മദ് നജാദിനെ വർഷങ്ങളോളം മൊസാദ് രഹസ്യമായി സമീപിച്ചിരുന്നുവെന്നും ഇറാനിലെ ഭരണകൂടം തകരുകയാണെങ്കിൽ പുതിയ നേതാവായി ഉയർത്താൻ വരെ പദ്ധതി ഇട്ടിരുന്നു എന്നുമുള്ള ന്യൂയോർക്ക് ടൈംസ് അന്വേഷണ റിപ്പോർട്ട് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അവകാശവാദങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അഹമ്മദി നജാദിന്റെ ഓഫീസ് അവയെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് മെഹ്മൂദ് അഹമ്മദി നജാദ്? മൊസാദും അഹമ്മദി നജാദുമായുള്ള ബന്ധം എന്താണ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2005 മുതൽ 2013 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്നു അഹമ്മദി നജാദ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരുന്നു ഇറാന്റെ ആണവ പദ്ധതിക്ക് വേഗം കൈവരിക്കാനായത്. ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ പ്രസ്താവനകൾ നടത്തിയും ഹോളോകാസ്റ്റ് നിഷേധത്തിലൂടെ അന്താരാഷ്ട്ര വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്ത വ്യക്തി. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ ശക്തമായതും അഹമ്മദി നജാദിന്റെ കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ തന്നെ ഇസ്രായേൽ സമീപിച്ചുവെന്ന ആരോപണമാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം 2022 മുതൽ അഹമ്മദി നജാദുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ മൊസാദ് ശ്രമം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി വിദേശയാത്രകൾക്ക് സഹായം, രഹസ്യ കൂടിക്കാഴ്ചകൾ, ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ മൊസാദ് മേധാവിയുമായുള്ള കൂടിക്കാഴ്ച, ഇറാനിൽ ഭരണമാറ്റമുണ്ടായാൽ അഹമ്മദി നജാദിനെ മുന്നിൽ നിർത്താനുള്ള ആലോചന എന്നിവയൊക്കെ നടന്നതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അജ്ഞാത അമേരിക്കൻ, ഇസ്രായേലി, ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഇവയെല്ലാം അടങ്ങിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഇതിന് സ്വതന്ത്രമായ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി 28-നാണ് ഏറ്റവും നിർണായക നീക്കം നടന്നത്. അഹമ്മദി നജാദിന്റെ വസതിക്ക് സമീപം വ്യോമാക്രമണം നടന്നു. അതിനുശേഷം മൊസാദ് ഏജന്റുമാർ കറുത്ത നിറത്തിലുള്ള ഒരു വാഹനത്തിൽ അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ലക്ഷ്യം ഇറാനിലെ അധികാരഘടന തകരുകയാണെങ്കിൽ അഹമ്മദി നജാദ് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക, പുതിയ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിക്കുക എന്നിവയായിരുന്നു. എന്നാൽ പദ്ധതി നടപ്പായില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് അഹമ്മദി നജാദ് പിന്നീട് സുരക്ഷാ കേന്ദ്രം വിട്ടുപോയി. ഇസ്രായേലിന്റെ പദ്ധതി വിജയിക്കില്ലെന്ന വിലയിരുത്തലും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ അവകാശവാദം. തുടർന്ന് അദ്ദേഹം ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിലായെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. താൻ വീട്ടുതടങ്കലിലല്ലെന്നും മൊസാദുമായി ബന്ധമുണ്ടെന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും അഹമ്മദി നജാദ് വ്യക്തമാക്കി. അഹമ്മദി നജാദിന്റെ ഓഫീസ് എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞു. ഇതിൽ ഇറാന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ന്യൂയോർക്ക് ടൈംസ് പൂർണ്ണമായും വ്യാജമായ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം. ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പല സുരക്ഷാ വിദഗ്ധർക്കും സംശയമുണ്ട്. അവരുടെ പ്രധാന ചോദ്യങ്ങൾ ഇവയാണ്. ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ ഒരാളെ എങ്ങനെ ഇസ്രായേൽ വിശ്വസിക്കും? ഇത്ര വലിയ രഹസ്യ ദൗത്യം പിന്നീട് പുറത്തുവിടാനുള്ള കാരണം എന്താണ്? ഇത് യഥാർത്ഥ ഓപ്പറേഷനോ അല്ലെങ്കിൽ മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമോ? ചില വിശകലനക്കാർ ഈ റിപ്പോർട്ടിലെ തെളിവുകളും സോഴ്സുകളും പര്യാപ്തമല്ലെന്ന് വിമർശിക്കുന്നു. ഇസ്രായേൽ എന്തുകൊണ്ട് ഇത്തരമൊരു നീക്കം ആലോചിച്ചിരിക്കാം? ഇത് ശരിയാണെന്ന് കരുതിയാൽ തന്നെ സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇറാനിലെ ഭരണകൂടത്തിൽ ഭിന്നത സൃഷ്ടിക്കുക, ഭരണമാറ്റത്തിന് ശേഷം ഇറാനിൽ രാഷ്ട്രീയ ശൂന്യത നിറയ്ക്കുക, ആഭ്യന്തര പിന്തുണയുള്ള ഒരു മുഖം കണ്ടെത്തുക, സൈനിക വിജയത്തെ രാഷ്ട്രീയ വിജയമാക്കുക,
എന്നിവയൊക്കെയാണ് റിപ്പോർട്ട് സാധൂകരിക്കുന്ന ലക്ഷ്യങ്ങൾ. എന്നാൽ ഇവ റിപ്പോർട്ടുകളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ മാത്രമാണ്, അല്ലാതെ ഔദ്യോഗിക നയമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചരിത്രത്തിൽ ചാരസംഘടനകൾ ശത്രുരാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ച നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന മഹ്മൂദ് അഹമ്മദിനജാദിനെ തന്നെ മൊസാദ് വർഷങ്ങളോളം സമീപിച്ചുവെന്ന ഈ കഥ സത്യമായാലും കെട്ടിച്ചമച്ചതായാലും ആഗോള രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അവകാശവാദങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ കഥയുടെ പ്രധാന അടിസ്ഥാനം ന്യൂയോർക്ക് ടൈംസ് അന്വേഷണ റിപ്പോർട്ടും അജ്ഞാത സ്രോതസ്സുകളുമാണ്. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അഹമ്മദ് നജാദും അദ്ദേഹത്തിൻ്റെ ഓഫീസും ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതിനാൽ ഈ സംഭവത്തെ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയായി കാണാതെ ശക്തമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആരോപണമായി മാത്രമാണ് വിലയിരുത്തേണ്ടത്. സ്വൈപ്പ് റൈറ്റ്, മാച്ച്, ചാറ്റ്, ഗോസ്റ്റിംഗ്, സിറ്റുവേഷൻഷിപ്പ് ഇതാണ് ഇന്നത്തെ പ്രണയത്തിൻ്റെ പുതിയ നിഘണ്ടു. എന്നാൽ ഡേറ്റിംഗ് ആപ്പുകളുടെ കാലത്ത് വളർന്ന ഇന്ത്യയിലെ ജെൻസി യുവതലമുറ ഇപ്പോൾ വീണ്ടും അറേഞ്ച്ഡ് മാരേജിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക മാറ്റമാണോ, അതോ ആധുനിക പ്രണയത്തിൻ്റെ മടുപ്പിൽ നിന്നുള്ള ഒരു പുതിയ തിരഞ്ഞെടുപ്പാണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരു കാലത്ത് അറേഞ്ച്ഡ് മാരേജ് എന്നത് മാതാപിതാക്കളുടെ തീരുമാനമായിരുന്നു, പ്രണയവിവാഹം യുവാക്കളുടെ തിരഞ്ഞെടുപ്പും. എന്നാൽ ഇന്ന് ചിത്രം മാറുകയാണ്. ഡേറ്റിംഗ് ആപ്പുകളിൽ വർഷങ്ങളോളം പങ്കാളിയെ തേടിയ നിരവധി യുവാക്കൾ ഇപ്പോൾ സ്വമേധയാ മാട്രിമോണിയൽ സൈറ്റുകളിലേക്കും മാരേജ് ബ്യൂറോകളിലേക്കും തിരിയുകയാണ്. പലരും മാതാപിതാക്കളോടൊപ്പം തന്നെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുന്നു. ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ഒന്ന്, ഡേറ്റിംഗ് ഫെറ്റീഗ്. അനന്തമായ സ്വൈപ്പുകൾ, നൂറുകണക്കിന് പ്രൊഫൈലുകൾ, പക്ഷേ യഥാർത്ഥ ബന്ധങ്ങൾ വളരെ കുറവ്. നിരന്തരമായ തിരച്ചിൽ പല യുവാക്കളെയും മാനസികമായി തളർത്തുന്നു. രണ്ട്, ഗോസ്റ്റിംഗ്. മാസങ്ങളോളം സംസാരിച്ച ശേഷം ഒരറിയിപ്പുമില്ലാതെ ബന്ധം അവസാനിപ്പിക്കുന്നതാണ്. ഇത് ഇന്നത്തെ ഡേറ്റിംഗ് സംസ്കാരത്തിലെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ്. മൂന്ന്, കമ്മിറ്റ്മെന്റ് ഫിയർ. ഗൗരവമുള്ള ബന്ധത്തിലേക്ക് കടക്കാൻ പലരും മടിക്കുന്നു. അതുകൊണ്ട് ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നവർക്ക് ഡേറ്റിംഗ് ആപ്പുകൾ വിശ്വാസം നൽകുന്നില്ല. ഇന്നത്തെ അറേഞ്ച്ഡ് മാരേജ് പഴയതുപോലെയല്ല. മുമ്പ് പ്രധാനമായും നോക്കിയിരുന്നത് കുടുംബം, ജാതി, മതം, ജാതകം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെ പലതുമാണ്. എന്നാൽ ഇപ്പോൾ അതിനൊപ്പം യുവാക്കൾ ചോദിക്കുന്നത് ജീവിതശൈലിയുമായി പൊരുത്തപ്പെടുന്നു. കരിയർ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മാനസിക പക്വതയുണ്ടോ? വ്യക്തിത്വം എങ്ങനെയാണ്? ഭക്ഷണ രീതി, ആരോഗ്യസ്ഥിതി, ഹോബികൾ എന്തൊക്കെയാണ്? അതായത് ഇന്നത്തെ അറേഞ്ച്ഡ് മാരേജ് ഒരു കോമ്പാറ്റബിലിറ്റി സെർച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂനെയിലെ 82-കാരിയായ നന്ദിനി ഡാംഗെ 4 പതിറ്റാണ്ടുകളിലേറെയായി മാരേജ് ബ്യൂറോ നടത്തുകയാണ്. അവരുടെ അനുഭവമനുസരിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം 20കളുടെ പ്രായമുള്ള 150-ലധികം യുവദമ്പതികൾ അവരുടെ ബ്യൂറോകളിലൂടെ വിവാഹിതരായി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇപ്പോൾ മാതാപിതാക്കളല്ല, പകരം യുവാക്കളാണ് സ്വയം തങ്ങളുടെ വിവാഹ ആവശ്യവുമായി ബ്യൂറോയിലെത്തുന്നത്. ഏത് പങ്കാളിയെ വേണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും സാരം. അപ്പോൾ ഡേറ്റിംഗ് ആപ്പുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. ഡേറ്റിംഗ് ആപ്പുകൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നു. പല വിജയകരമായ വിവാഹങ്ങളും അവയിലൂടെ ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ചില യുവാക്കൾ പറയുന്നത് ഡേറ്റിംഗ് ആപ്പുകളിൽ ആളുകൾ പലപ്പോഴും യഥാർത്ഥ വ്യക്തിത്വം കാണിക്കാറില്ല എന്നാണ്. പല പ്രൊഫൈലുകളും ചിത്രങ്ങളും യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് കുടുംബങ്ങളുടെ ഇടപെടലുള്ള ബന്ധങ്ങൾ കൂടുതൽ സുരക്ഷിതമാണെന്ന് പലരും ഇപ്പോൾ കരുതുന്നു. ഇന്നത്തെ യുവാക്കൾക്ക് പ്രണയത്തോടുള്ള സമീപനം മാറിയിട്ടുണ്ട്. അവർക്കിപ്പോഴും സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ കുടുംബത്തിന്റെ അഭിപ്രായവും പിന്തുണയും ഉറപ്പാക്കാൻ അവർ തയ്യാറുമാണ്. അതായത് ഇത് പരമ്പരാഗത അറേഞ്ച്ഡ് മാരേജിലേക്കുള്ള തിരിച്ചുപോക്കല്ല, അതുപോലെ പഴയ രീതിയിലുള്ള പ്രണയവിവാഹവുമല്ല. ഇത് രണ്ടും സംയോജിപ്പിക്കുന്ന ഒരു പുതിയ രീതിയാണ്. ഈ പ്രവണതയെ എല്ലാവരും ഒരേ രീതിയിലല്ല കാണുന്നത്. ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ജാതി, മതം, സാമ്പത്തിക പശ്ചാത്തലം തുടങ്ങിയ പഴയ മാനദണ്ഡങ്ങൾ ഇപ്പോഴും പല വിവാഹങ്ങളിലും നിലനിൽക്കുന്നു എന്നാണ്. ഡിജിറ്റൽ ലോകത്തും പലരും ഈ ഫിൽറ്ററുകൾ തുടരുന്നു.
അതിനാൽ വിവാഹ രീതിയുടെ രൂപം മാറിയാലും ചില സാമൂഹിക ഘടനകൾ നിലനിൽക്കുന്നുവെന്ന വിമർശനമുണ്ട്. കേരളത്തിലും സമാനമായ പ്രവണതകൾ കാണാൻ കഴിയുന്നുണ്ട്. മാട്രിമോണിയൽ വെബ്സൈറ്റുകളും പ്രൊഫഷണൽ മാച്ച് മേക്കിംഗ് സേവനങ്ങളും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. ഒരേ സമയം യുവാക്കൾ വിവാഹത്തിന് മുമ്പ് നേരിട്ട് കണ്ടുമുട്ടി സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ സമയം ചെലവഴിക്കും. അതിനാൽ ഇന്നത്തെ വിവാഹം കുടുംബം തീരുമാനിക്കുന്ന ബന്ധം എന്നതിൽ നിന്നും കുടുംബത്തിന്റെ പിന്തുണയോടെ യുവാക്കൾ തിരഞ്ഞെടുക്കുന്ന ബന്ധം എന്ന പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഡേറ്റിംഗ് ആപ്പുകൾ പ്രണയത്തെ കൂടുതൽ എളുപ്പമാക്കുമെന്നായിരുന്നു ഒരു കാലത്തെ പ്രതീക്ഷ. എന്നാൽ അനന്തമായ തെരഞ്ഞെടുപ്പുകളും അനിശ്ചിതത്വവും പല യുവാക്കളെയും മറ്റൊരു വഴിയിലേക്ക് നയിക്കുകയാണ്. അത് പഴയ അറേഞ്ച്ഡ് മാരേജിന്റെ തനിപ്പകർപ്പല്ല, മറിച്ച് ആധുനിക സ്വാതന്ത്ര്യവും കുടുംബത്തിന്റെ പിന്തുണയും ഒരുമിക്കുന്ന ന്യൂ ഏജ് അറേഞ്ച്ഡ് മാരേജ് എന്ന പുതിയ മാതൃകയാണ്. അതിനാൽ ചോദ്യമിനി ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ എന്നതല്ല, മറിച്ച് സ്ഥിരതയും വിശ്വാസവും നൽകുന്ന ബന്ധം എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഇന്നത്തെ ജെൻസി തലമുറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത്. കൂടുതൽ വിലയിരുത്തലുകളും വിശദാംശങ്ങളുമായി അടുത്ത ലെറ്റ് മീ എക്സ്പ്ലെയിനിൽ വീണ്ടും കാണാം. നമസ്കാരം.